നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ആമസോണിൽ വിൽക്കുന്ന ഇ ബുക്കുകളാണ്. എന്താണ് ഇ ബുക്ക് എന്നല്ലേ? ബുക്കിൻ്റെ ഡിജിറ്റൽ രൂപത്തിനാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്കായുള്ള ബുക്കുകളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാ ഈ ബുക്കിൻ്റെ റേറ്റിംഗ് ഒന്ന് നോക്കൂ, 2550. അതിനെ ഈ ബുക്കിൻ്റെ വില കൊണ്ടെന്ന് കണക്ക് കൂട്ടിയാൽ ഏകദേശം $16,000 എന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസി പ്രകാരം 12,80,000 രൂപ. ഇനി വേറൊരു ബുക്ക് നോക്കിയാലോ? ഇവിടെ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 1940. ഇതിനെ ഈ ബുക്കിൻ്റെ വിലയായ $12.90 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാൽ $23,806 ഏകദേശം 18 ലക്ഷം രൂപ. ഇതുപോലെയുള്ള സ്റ്റോറി ബുക്കുകൾ ചാറ്റ് ജിപിയുടെ സഹായത്തോടെ 100% ഫ്രീ ആയി നിർമ്മിച്ചെടുത്ത് ആമസോണിൽ എങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വിൽക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അതിലൂടെ ആയിരങ്ങളും ഒരുപക്ഷെ ലക്ഷങ്ങളും സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ചാറ്റ് GPT. ഇമെയിൽ ഐ ഡി വെച്ച് ആർക്കും ഇതിൽ സൈൻ ഇൻ ചെയ്യാം. നമ്മളിതിൽ എന്ത് ചോദിച്ചാലും തരുമെന്ന് പറയുന്നതിന് ഉദാഹരണമായി ഞാൻ ചാറ്റ് ജിപിയോട് കുട്ടികളുടെ കഥബുക്കിന് വേണ്ടുന്ന ഒരു പേര് നൽകാൻ ആവശ്യപ്പെട്ടു. ആവശ്യപ്രകാരം ദി അഡ്വഞ്ചർ ഓഫ് സ്പാർക്കി ആൻഡ് ഫ്രണ്ട്സ് എന്ന ടൈറ്റിൽ എനിക്ക് കിട്ടി. അങ്ങനെ ടൈറ്റിലായി ഇനി ഒരു സ്റ്റോറി ഔട്ട്ലൈൻ വേണം. ചാപ്റ്ററായിട്ട് ഒരു സ്റ്റോറി ഔട്ട്ലൈനും ചാറ്റ് GPT എനിക്ക് തന്നു. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ബുക്കിന് വേണ്ടുന്ന ചാപ്റ്ററായിട്ടുള്ള സ്റ്റോറിയുടെ സമ്മറി മാത്രമാണ്. ഇനി ഇതിനെ വിപുലീകരിക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. പിന്നീട് അതിനൊന്ന് വിപുലീകരിക്കാൻ പറഞ്ഞു. ഇതുപോലെ വെറും 15 മിനിറ്റ് കൊണ്ട് ഓരോ ചാപ്റ്ററും ഒരു ബുക്കിന് വേണ്ടതുപോലെ അടിപൊളി ഒരു സ്റ്റോറി ആക്കി എടുത്തു. എത്രയെല്ലാം സ്റ്റോറി കൊള്ളാമെങ്കിലും ബുക്ക് വിറ്റ് പോകണമെങ്കിൽ നല്ല ചിത്രങ്ങൾ വേണം. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, 100% സൗജന്യമായി നമ്മുടെ കഥകൾക്ക് അനുസൃതമായ ഒരു പിക്ചർ ഒരു എഡിറ്റിംഗ് ആപ്പിൻ്റെ സഹായമില്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ഒരു AI സോഫ്റ്റ്വെയർ ആണ് മിഡ് ജേണി. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആർക്കും ഇതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ഇവിടെ ഓരോ സെക്കൻഡിലും ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ NUV എന്ന ചാനലിൽ നിന്നാണ് പിക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതുപ്രകാരമുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ദി അഡ്വഞ്ചർ ഓഫ് സ്പാർക്കി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടോ ഇതുപോലെ 4 ഫോട്ടോകളാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ടൈറ്റിലിന് വേണ്ടതുപോലെ സ്പാർക്കിയുടെയും ഫ്രണ്ടിൻ്റെയും ആദ്യത്തെ ഫോട്ടോ റെഡിയായി. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണാം, കഥ ഇവിടെ കൊണ്ട് തീർന്നില്ലല്ലോ, കഥ മുമ്പോട്ട് പോകുന്നല്ലോ. അപ്പോൾ ഈ 2 പേരും വെച്ച് വേണ്ടേ ഇനിയും ഫോട്ടോ റെഡിയാക്കാൻ? അതെങ്ങനെ? അതിനും വഴിയുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഫോട്ടോയിൽ ലോങ് പ്രസ് ചെയ്ത് ആ ഫോട്ടോയുടെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. താഴെ കൊണ്ടുവന്ന് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് അടുത്ത ഫോട്ടോയിൽ എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ്സിൽ കൊണ്ട് AI ആ സ്പാർക്കിയും ആ ഫ്രണ്ടിനെയും വെച്ച് അടുത്ത ഫോട്ടോ ജനറേറ്റ് ചെയ്യും. ഞാൻ വെറും 18 മിനിറ്റ് കൊണ്ട് ഇതേപോലെ ഒരു സ്റ്റോറിക്ക് വേണ്ടതുപോലെ എല്ലാ ഫോട്ടോകളും തയ്യാറാക്കി എടുത്തു. അങ്ങനെ ഒരു ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു സ്റ്റോറിയും അതിന് വേണ്ടതുപോലെ ഫോട്ടോ റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കണം. ഇതിനു വേണ്ടി ഞാൻ നേരെ ക്യാൻവ ഓപ്പൺ ആക്കി. ഇവിടെ സ്റ്റോറി ബോർഡ് എന്ന് സെർച്ച് ചെയ്തു. ഫസ്റ്റ് കാണുന്ന ആ ബ്ലാങ്ക് സ്റ്റോറി ബോർഡിൽ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ചാറ്റ് ജിപിയിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് കോപ്പി ചെയ്യുന്നു. വീണ്ടും ക്യാൻവയിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ ആ ഫോട്ടോയുടെ താഴെയായി നമ്മൾ കോപ്പി ചെയ്ത ഫസ്റ്റ് പാരഗ്രാഫ് പേസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ടെക്സ്റ്റും കളറും നമുക്ക് വേണ്ടതുപോലെ മാറ്റി കൊടുക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ ക്യാൻവയിൽ അപ്ലോഡ് ചെയ്യുന്നു. തിരിച്ച് ചാറ്റ് ജിപിയിലേക്ക് തിരിച്ചു പോയി രണ്ടാമത്തെ പാരഗ്രാഫ് കോപ്പി ചെയ്യുന്നു. തിരിച്ച് ക്യാൻവയിലേക്ക് വന്ന് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ഫോണ്ടും കളറും സ്റ്റൈലും മാറ്റിയെടുക്കുന്നു. ഇങ്ങനെ വെറും അരമണിക്കൂർ കൊണ്ട് 100% സൗജന്യമായി ഒരു കിടിലം കഥ ബുക്ക് തയ്യാറാക്കി എടുക്കുന്നു. അങ്ങനെ നമ്മുടെ കഥ ബുക്കും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി വെറും ഒരേ സ്റ്റെപ്പ് മാത്രം. ഇതെങ്ങനെ ആമസോണിൽ ഫ്രീ ആയി വിൽക്കാം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. എങ്കിലും അത് എങ്ങനെ വിൽക്കാമെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ സീ യു.